നമ്മള് ഡോക്ടറെ അടുത്ത് ഇങ്ങനെ പോയി വരികയാണ്. വളരെ സന്തോഷത്തിൽ പോയതാണ്. 2-3 വർഷത്തോളമായി ഷിജിയുടെ അസുഖത്തിന് മരുന്ന് കുടിക്കണേ. അപ്പം ഇന്ന് ഈ മാസം മരുന്ന് നിർത്താന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞപ്പോൾ അത് നിർത്താനായിട്ടില്ല, ഞാൻ തുടരണമെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തിൽ പോയതാട്ടോ. എന്താ ചെയ്യാൻ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു പഴയ വീഡിയോ ഉണ്ടാണ്ട് എന്താ പ്രശ്നം. പുതിയ ആൾക്കാർക്ക് അറിയില്ല. ഇപ്പം ഇങ്ങനെ കാണുന്നതന്നെ ഉള്ളൂ. ചിലപ്പോൾ പെട്ടെന്ന് നന്നായിട്ട് തളരും, ചിലപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വീഴലുണ്ട്. ബാലൻസിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഈ ഞരമ്പിൻ്റെ അവിടുന്ന് അതിൻ്റെ ഞരമ്പിനൊരു പ്രശ്നമുണ്ട്. അപ്പം അതിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തുടങ്ങിയിട്ട് അന്ന് തുടങ്ങിയപ്പോൾ കുറേ തുടങ്ങിയിട്ട് അപ്പം എന്നിട്ട് ഇന്നുവരെ മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയായിട്ടും നമുക്കൊരു ഫലം കണ്ടിട്ടില്ല. അസുഖത്തിന് കുറച്ച് ദിവസമൊക്കെ സുഖം ഉണ്ടാവും എന്നല്ലാതെ പിന്നെയും തുടങ്ങും. ഇപ്പം എങ്ങനെയുണ്ട്? ഈ മാസം അല്ലെങ്കിലും കുറവ് തന്നെയാണ്. പക്ഷെ ഇന്ന് വർത്തമാനം പറയാൻ പറ്റാത്തൊരു തൊണ്ടവേദനയും എല്ലാം ഉണ്ട്. അപ്പോൾ ഡോക്ടർ നിർത്താനായിട്ടില്ല. അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. നമ്മൾ എന്താ വെച്ചാൽ വീട്ടിൽ സംസാരിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടല്ലോ. ചിലപ്പോൾ കാണാം അങ്ങനെ. അടുത്തൊരു പ്രാവശ്യം നമ്മളെ വീടിൻ്റെ മരത്തിന് അടുക്കളേൻ്റെ അങ്ങോട്ട് വീണു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കാണുമ്പോൾ ഒരു കുഴപ്പമില്ലേ. എന്താ ഭയങ്കര ടെൻഷനായി. ഇപ്പം നമ്മൾ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഹോമിയോ കുടിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ കൊണ്ട് ഹോമിയോ കുടിക്കുക. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടും കാര്യമൊക്കെ ഉണ്ടായിട്ട് നമുക്ക് തൊട്ടടുത്ത് ഹോമിയോ ഉണ്ട്, അവിടെ പോകണം. 2 മരുന്ന് കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം. വർഷങ്ങളായി ഇംഗ്ലീഷ് മരുന്ന്. എത്ര വർഷമായി? 3 വർഷത്തിൻ്റെ അടുത്തായി. 3 വർഷമായി ഇംഗ്ലീഷ് മരുന്ന്. പക്ഷെ ഇംഗ്ലീഷ് മരുന്ന് മാറ്റില്ല എന്നല്ല കേട്ടോ. ഇംഗ്ലീഷ് മരുന്ന് മാറ്റം തന്നെയാണ്. എന്നാലും നമുക്ക് മാറ്റാൻ ആയിട്ടില്ല. ഡോക്ടർ പറയാതെ നമുക്ക് മാറ്റാനും പറ്റില്ല. പിന്നെയും ഇതേപോലെ അവസ്ഥ വന്നാൽ നമ്മൾ പെട്ടെന്ന് പോടാനുള്ളത് അവിടേക്ക് തന്നെയല്ലേ. അതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഡോക്ടറോട് ചോദിക്കും ഈ തലേൻ്റെ പ്രശ്നത്തിന് ചോദിക്കാതെ മരുന്ന് നിർത്തിയിട്ട് ആണോ ഈ വീഴലുണ്ടായത്. തളർന്ന് വീഴലുണ്ടായത്. മറന്നു പോയാലേ അത് മറന്നിട്ടില്ല. അതാണ് അത് ഡോക്ടറോട് പറയാതെ ഞങ്ങളോട് നിർത്തിയത്. ഞങ്ങളുടെ ഇഷ്ടത്തിനോട് നിർത്തി മാറിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിലാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അസുഖം വന്നത്. ഇനിയിപ്പോൾ എന്തായാലും പറയുന്നത് അതേപോലെ തന്നെ നീങ്ങുള്ളൂ. ഞങ്ങൾ വീട്ടിലെത്താനായിട്ടോ. നമ്മുടെ ചെടിക്ക് ഒരു കൂട്ടും കൂടി വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബാക്കിലുണ്ട്. 100 രൂപ കേട്ടോ. എല്ലാ സ്ഥലത്തും നമ്മളവിടെ നല്ല റേറ്റ് കമ്മിയാണ്. 250 രൂപ കൊടുക്കണേ സാധനത്തിന്. ഇവിടെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ അറിയുന്ന ആളാണ്. നമ്മൾ ആദ്യം തൊട്ടേ ഇവിടുന്ന് വാങ്ങല്. ഇവിടെ വില നല്ല കമ്മിയാണ്. മൊത്തത്തില് കോഴിപ്പറമ്പ്. ഇത് കോഴിപ്പറമ്പ്. നാളെ വാങ്ങിയത് കൊണ്ടുവരുന്നേനു. അന്ന് 1 വാങ്ങിയിട്ട് 2 ആക്കി നമ്മള് മാറ്റിയിട്ട് അടർത്തിയിട്ട് ഇങ്ങനെ കുഴിച്ചിടുന്നു. അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, നാളെ ഇൻസ്റ്റയിൽ കണ്ടപ്പോ ഭയങ്കര രസമായി. ആ വീടിന്റെ മുറ്റത്ത് ആ ചെടി ഇങ്ങനെ നല്ല രസമാണ്. അപൂർവം ഞാൻ പറഞ്ഞേ ചില വീട്ടിലുള്ളപ്പോൾ ഈ ഭാഗത്തേക്കൊന്നും ഒരു വീട്ടിലും ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ വീട്ടില് നമ്മളെല്ലാരും കൊടുക്കൂട്ടോ. അത് കുട്ടി മറിച്ചുണ്ടായി നമ്മളെ വീട്ടില് നമ്മളോട് ചോദിക്കാതെ പറിച്ചുകൊണ്ടോ ആൾക്കാരാണ്. നമുക്ക് വിഷയമല്ല കേട്ടോ. അത് അതുമ്പോ തന്നെ പൊട്ടി തിളർത്തുണ്ടാവും, തളിർത്തുണ്ടാവും, ഉണ്ടാവും ഉണ്ടാവും പ്രതീക്ഷിക്കണം. നമ്മൾ വെച്ചിട്ടാല് ഒരുപാട് ഉണ്ടായില്ലേ. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ ഇന്നലെ സ്റ്റോറിനെ പറ്റി കമന്റ് ഇട്ടുന്നത്. ഞങ്ങൾ 20 തന്നെ സ്റ്റോറി ഒരു 4 മിനിറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 20 നമ്മൾ സ്റ്റോറി ആയിട്ട് തുടങ്ങണം കരുതുന്നുണ്ട്. ഈ വരുന്ന നമ്മളെ ഈ വരുന്നാട ഫാമിലിയിൽ വ്ളോഗ് തന്നെ മതി എന്നാണ് എല്ലാവരും അഭിപ്രായം. എല്ലാവർക്കും വീട്ടുവിശേഷം, വ്ളോഗ്, നമ്മളെ കറി, നമ്മളെ കുഞ്ഞു യാത്ര, അങ്ങനത്തെ അതൊക്കെ എന്നെ ഇഷ്ടം. അപ്പൊ അതിനായിക്കോട്ടെ. അപ്പൊ എന്നാ ഞാൻ വേറെ പറഞ്ഞ് വേർപ്പിക്കണില്ല. നമ്മൾക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പൂസുനെയും അമ്മേനെയൊക്കെ ചെന്നിട്ട് കാണാം കേട്ടോ. കമലാക്ഷിയല്ലേ? കമലാക്ഷിയ എന്താ വിടക്കണ്? ഞങ്ങളെ മനസ്സിലായില്ലേ? ആ വീട്ടത്തെ അടുത്ത വേണമെങ്കിൽ കൊണ്ടുപോവാ. ഒരു നാടൻ ഫാമിലി കുഴപ്പമില്ല. അങ്ങോട്ട് കയറണം. അങ്ങോട്ട് കയറുന്നില്ല. ഇല്ലാത്ത സമയം നോക്കി വെല്ല പോയതാണ്. നമ്മളിട്ട് എങ്ങോട്ടോ പോയതാണ്, കറങ്ങാൻ പോയതാണ്. കാണിച്ചു കൊടുത്താ വീട് കേട്ടോ.
നമ്മളിനി ചെടി വെച്ചിടാൻ പോവാണ്. ഇന്നത്തെ കറിക്കുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഞാനും ഭാവിക്കുട്ടിയും കൂടിയാണ്. ഭാവിയാ ഒരു വെറൈറ്റിയാണ്, എന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പൊ ഈ മുരിങ്ങ ഇറക്കി കണ്ടിട്ട് മുരിങ്ങ താളിപ്പല്ല കേട്ടോ, മുരിങ്ങ കൊണ്ട് വേറെ സംഭവമാണ്. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, സന്ധ്യേച്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അന്നുണ്ട് ഞാനത് വിചാരിച്ചിട്ട് ഇതെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പോൾ ഇന്നത് എന്തായാലും ഉണ്ടാക്കാൻ പോവാണ് അല്ലേ ഭാവി? അമ്മ അതിലേ പോയിട്ടോ, അമ്മക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അമ്മ അതിലേ പോയി. അപ്പൂസും ഞാനും ഭാവി ആദ്യം മുരിങ്ങല നമുക്ക് സെറ്റാക്കാം. അതാ അതൊന്നും പറ്റൂല, രസമല്ല. താഴ്ത്തടി ഇപ്പൊ പാലവാടിൻ്റെ ഉള്ളിലേക്കൊക്കെ വരാൻ പറ്റുന്നുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ? മതി മതി പോരെ, കേട്ട് കാണണ്ട. പാലാടിന്റെ പണി ഇത്രത്തില്ലേ? പെയിന്റ് ഒക്കെ അടിച്ചില്ലേ? ഭാവി എന്താ യൂണിഫോം മാറ്റാത്ത? ഇല്ല മതി. ഭാവി ഹായ് എടുത്താൽ തന്നെ കുറേ കണ്ടിട്ട് കൊടുക്ക്. അതിനോടെ ചെടി ഉണ്ടോ? അതല്ലേ എന്താ അവിടെ അവിടെ എന്തെങ്കിലും ഉണ്ടോ അവിടെക്കാ ഭാവി? എന്നാ അടിയിലൊക്കെ കോട്ട എന്താ ഭാവിക്ക് കളി? ഭാവി അതിന്റെ മോള് കയറ്റിയത് എന്താ ഇതില്ലേ ഈ കളി ഇങ്ങനെ കൊളത്തി പിടിക്കാൻ അറിയാം. ഇറങ്ങി ഇറങ്ങി ആ വെജ് വളപ്പം കൂടിയിട്ട് നാശാവണ്ട. ഭാവി വലുതായിണ്ട്, ഞാൻ ചെറുതായിട്ടുണ്ട്. ആ ഇന്റെ തല പോയത് എങ്ങനെ? അത് വലുത് അത് ചെറുതാ. വല്യമ്മ കറി ഉണ്ടാക്കട്ടെ. വല്യമ്മ ചോറത്തിലെ വലിച്ച വല്യമ്മ അടിക്കും. ഇത് നിർത്ത അപ്പൊ നമ്മളെ മുരിങ്ങൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന കറി എങ്ങനെയാണെന്നറിയോ? മുതിരി മുരിങ്ങയും കൂടി. അപ്പോൾ ഈ കറി എന്താ ആർക്കൊക്കെ അറിയുമെന്ന് എനിക്ക് അറിയില്ല. നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്കണം കേട്ടോ. രാത്രിക്ക് മാത്രമുള്ള കറി ആവുകൊണ്ടാണ് കുറച്ച് ഉണ്ടാക്കുന്നത്. മുരിങ്ങയും മുതിരയും പറഞ്ഞ കറി. മുരിങ്ങ മുതിര ഇത് സന്ധ്യച്ചാണ് പറഞ്ഞു തന്നത്. മുരിങ്ങയും മത്തൻ്റെ ഇലയും വെക്കും. അങ്ങനെയുണ്ട്. മുരിങ്ങയും മത്തൻ്റെ ഇലയോ രണ്ടും കൂടിയോ? അതാ അപ്പൊ പുതിയ അറിവാണ് അല്ലേ ഭാവി? നമുക്കറിയാം. ആർക്കറിയാം, തിന്നുമ്പോ അറിയാലേ. അപ്പൊ ഞങ്ങളെല്ലാതും ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കണത് ഇങ്ങോട്ട് കൂടി കാണിച്ചു തരാം. അപ്പൊ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ നിങ്ങളും കൂടി ഉണ്ടാക്കി നോക്കണം. ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് രസം ഉണ്ടായിട്ടാണ് വീണ്ടും കൂടി ഞങ്ങൾ ഉണ്ടാക്കി നോക്കണത്. ഇത് സന്ധ്യേച്ചി പറഞ്ഞു നല്ല രസമുണ്ട്, ഒരു ഉണ്ടാക്കലുണ്ട് പറഞ്ഞു കേട്ടോ. പിന്നെ എളുപ്പമാണ്, അതുകൊണ്ടും കൂടിയാണ് കേട്ടോ. അപ്പം ഇനി മുതിര ആദ്യം ഒന്ന് വറുത്ത് പൊട്ടി വരട്ടെ കേട്ടോ. അമ്മയ്ക്ക് സന്തോഷമായിട്ടും നല്ല ചെടിപ്പണി. അപ്പോൾ കുറച്ച് സൈഡ് ചെടിപ്പിരാന്താണ്. അവിടെ ഇരുന്നിട്ട് ചട്ടിയിൽ മണ്ണ് നിറയ്ക്കണ കുഴിച്ചിരുന്ന് അക്കപ്പണിയാണ്. നമ്മളെ മുതിരല്ലേ ഒന്ന് വറുത്തതിന് ശേഷം മിക്സിയിലെ ജാറിൽ പൊടിച്ച് മിക്സിയിലൊന്ന് വേവിച്ചു കേട്ടോ.
അല്ലെങ്കിൽ അടുപ്പത്ത് കിടന്നിട്ട് കുറച്ചധികം നേരം വേവുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. പുറത്തേക്കൊക്കെ തിളച്ച് വന്നതാണത്. പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഇത് താളിക്കുകയാണ് കേട്ടോ. കോളിഗേറ്റ് ചായക്ക് കടി, പിന്നെ അല്ലാത്ത ചായക്ക് കടി. ഇപ്പം ചായക്കുള്ള ചായക്കടി, പിന്നെ രാവിലെ ചായക്കുള്ള ചായക്ക് കടി. അപ്പോൾ ആദ്യം താളിക്കുന്നത് വെച്ചാൽ ഇതിൽ ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, പച്ചമുളകുമാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചമുളകിന് പകരം ഈ ഉണക്കമുളകില്ലേ, അത് നല്ലോണം കുത്തി ചതച്ചിട്ട് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളകാണ് ഇട്ട് കൊടുത്തുള്ളത്. ഈ ചീനമുളകോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ചീനമുളകും ഉണ്ട് ഇവിടെ. ഞാൻ പച്ചമുളക് കണ്ടപ്പോൾ പച്ചമുളക് എടുത്തിട്ടുള്ളൂ. മുതിരേൻ്റെ ഇതിട്ടോ പൊടി നമ്മൾ വേവിച്ചിട കുക്കറിൽ. കുറച്ച് വെള്ളത്തോടൊക്കെ തന്നെയാണ് വേവിച്ചെടുത്തത്. അതാണ് ഇത് പുറത്തേക്കൊക്കെ ഇങ്ങോട്ട് തിളച്ച് പോയത്. അപ്പോൾ കറിയാണല്ലോ ആക്കണത്, അതാണ് കേട്ടോ അങ്ങനെ വെള്ളം. ഇനി കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആക്കി എടുക്കാം. ഇത് മുതിരേൻ്റെ വെള്ളം തന്നെയാണ് കേട്ടോ. അത്ര മതി, തൽക്കാലം അത്ര മതി. രാത്രിക്ക് അധികം വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം ഇത് ഈ മുതിര പൊടിച്ചെടുത്തതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂട്ടിയിട്ടായിരുന്നു അത് വേവിച്ചെടുത്തത്. ചെറിയ കളർ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലേന്ന്. ഒന്ന് തിളക്കട്ടെ കേട്ടോ. കുക്കറിന് അതിൻ്റെ ആവിയൊക്കെ പോയതല്ലേന്നോ. അത് തിളച്ചതിന് ശേഷം മുരിങ്ങയില നമ്മൾ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ മുരിങ്ങയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് കറി. ഞാൻ ഇളക്കാം. ഇനി കൂടുതൽ പണികളൊന്നുമില്ല കേട്ടോ. ഇനി താളിക്കാനോ ഒന്നുമില്ല. മുന്നേ തന്നെ താളിച്ചൊക്കെ വെച്ചോണ്ട് ഒന്നും പണിയില്ല. ഇനി ഇതൊന്ന് തിളച്ചാൽ മതി മൊത്തത്തിൽ വന്ന്. അപ്പോൾ നമ്മളെ കറി ഇനി വാങ്ങി വെച്ചാലോ ആയിട്ടോ. ഇനി അധികം നേരം ഇത് വേവിക്കാൻ പറ്റൂല. ഒരു കയ്പ്പ് രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കറി. ഈ കറി വെക്കുമ്പോഴുള്ള നല്ലൊരു ഉപകാരം ഇതാണ്, പെട്ടെന്ന് ആവും. അധികം നേരം കിടന്ന് വേവിക്കേണ്ട തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് നേരത്തെ പണിയുള്ളൂ. എളുപ്പമുണ്ട് കേട്ടോ. ചട്ടി കിടന്നെ തിളയ്ക്കുന്നുമുണ്ട്. മൺചട്ടി ആയാലേ തന്നെ വാങ്ങിച്ചാലും തിളയ്ക്കും. മറ്റേ അലുമിനിയം പാത്രം സ്റ്റീൽ പാത്രക്കാണെങ്കിൽ നിൽക്കും തള. ഇത് പിന്നെയും തിളച്ചുകൊണ്ടിരിക്കും. മണ്ണ് നല്ല ചൂടായിട്ടേ. ഇതാണ് കറി കറി. അപ്പോൾ പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഉണ്ടാക്കാത്തവരൊക്കെ അത് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മുതിരിയും മത്തൻ്റെ ഇലയും കൂടി വെക്കുക. ഇനി കാണിച്ചു തരുന്നുണ്ട്. രസമുണ്ടെന്ന് തോന്നണം. എൻ്റെ അഭിപ്രായത്തിൽ രസമുണ്ട്. ഇനി എല്ലാവർക്കും ഓരോ രുചിയാവില്ല, വ്യത്യാസമാവും. പിന്നെ തിന്ന് കാണിക്കാനുള്ള സമയമല്ലല്ലോ ഇപ്പോൾ അല്ലേ. തിന്നിട്ട് നാളെ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. അപ്പം എന്നാൽ നാളെ കാണാം. അപ്പം എല്ലാവർക്കും ബൈ.